മൈസൂർ ചീരയും പരിപ്പും ഉള്ള ഒരു കറിയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, ഇത് നല്ല മഴയാണ്. അതായത് കോരിച്ചൊരിയുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് അതായത് ഒരുപാട് കാലത്ത് നല്ല മഴ ലഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പങ്ങമലയിലെല്ലാം മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിത് ചീര കൃഷിയാണ്. ഇന്ന് ചീരക്കറി ആണ് വെക്കാൻ പോകുന്നത്, ആണ് കാണിക്കാൻ പോകുന്നത്. അതിനിപ്പോൾ നമുക്കൊരു ചെറിയൊരു തിയറി പറയാം. അതായത് ഒരു ബഫെ പാർട്ടിയിൽ ഒരു ചേട്ടന് ഈ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് കഴിക്കാനായിട്ട് വായിലിടാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞ് കഴിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആപ്പിൾ ചോദിച്ചു കാരണം എന്താണ്? ടിഷ്യൂ പേപ്പർ കഴിച്ചാൽ ഒരു ടേസ്റ്റും ഇല്ല. അപ്പം ഈ ടേസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന, അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഇത് കൃഷിത്തോട്ടത്തിലാണ്, അതായത് അടുക്കളത്തോട്ടത്തിലെ കൃഷിയിടമാണ് ഏറ്റവും നല്ലത്. അതായത് അതിന് ഒരു വിഷമൊന്നും കാണുകയില്ല. നമ്മൾ ഏറ്റവും നല്ല ടേസ്റ്റാണ് ഈ മൈസൂർ ചീര എന്നത്. മൈസൂർ ചീരയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതായത് ഇച്ചിരി തേങ്ങയും മുളക് കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറാണ്. അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പം ചീര നുള്ളാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ചീരയെല്ലാം വളർത്തിയിരിക്കുന്നത്. ഒരു ഫ്രിഡ്ജ് ബോക്സിൽ വളമെല്ലാം ഇട്ടതിന് ശേഷം ചീരയുടെ മണ്ടഭാഗം മാത്രം, കിളിമ്പ് ഭാഗം മാത്രം ഒട്ടിച്ചാണ് നമ്മൾ മൈസൂർ ചീരയുടെ കറി വെക്കാനായിട്ട് പോകുന്നത്. ഏകദേശമൊക്കെ നമ്മൾ ഒരു പിടി ആയിട്ടുണ്ട്. ബാക്കി നമ്മൾ പറിക്കാനായിട്ട് പോവുകയാണ്. ഇതിപ്പം ഇത് പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഓരോ ഇതും നോക്കി നല്ല സൂട്ടാക്കിയതിന് ശേഷം വേണം മാത്രം നമ്മൾ അരിയാനായിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ സൂട്ടാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് അരിയാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പം ഏകദേശമൊക്കെ ഒരു ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞ് ക്ലിയർ ആക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ലഭിക്കുകയുള്ളൂ. പെട്ടെന്ന് വേകാനും എല്ലാം ഒരേ രീതിയിൽ വേകാനും കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ അതിൻ്റെ അരപ്പും ഇതെല്ലാം ഉള്ളി, സവോള, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട ഒരു മിശ്രിതം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പരിപ്പൂടെ കൂട്ടിയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു പരിപ്പ് കൂട്ടി മിക്സ് ചെയ്ത് ഒരു വെറൈറ്റി ചീരയാണ് നമ്മളിന്ന് വെക്കുന്നത്. പരിപ്പിൻ്റെ അകത്ത് ചീരയും കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതാണ്. എല്ലാ മിക്സിയും കൂടെ കൂട്ടിയെടുത്ത്, അതായത് തേങ്ങ, മുളക്, കരിയാപ്പില ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളാദ്യം ഈ പരിപ്പ് നല്ലപോലെ വേവിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് റെഡിയാക്കി